മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബബിതയുടെ മാറ്റത്തിൽ ബാലചന്ദ്രന് വല്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ മക്കളെല്ലാവരും തന്നോടൊപ്പം വന്നു ചേരുമെന്ന് ഒരു കാലത്ത് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും തനിക്കുറപ്പായതുമായ കാര്യമായിരുന്നു. താൻ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് മക്കൾ മനസ്സിലാക്കുന്നൊരു കാലം. അതെ, അന്ന് താൻ ആഗ്രഹിച്ച ആ സമയം ഇപ്പോഴിതാ വന്നു ചേർന്നിരിക്കുന്നു. ബാലചന്ദ്രൻ്റെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ബബിതയുടെ കാര്യത്തിലും. ബബിതയ്ക്ക് അലീനയോടുള്ള ദേഷ്യം മാത്രമാണ് മാറാത്തത്. എന്നാൽ നേരെ മറിച്ച് താൻ ഇത്രയും കാലം ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മയെയും അവൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അതിൽ വൈജയ്ക്കും വല്ലാത്ത വിഷമം തന്നെയുണ്ട്. ഇതെല്ലാം അറിയുമ്പോൾ ബബിത ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുമെന്ന് വൈജയ്ക്ക് അറിയാമായിരുന്നുവെങ്കിലും തന്നോട് ഇത്രയ്ക്ക് വെറുപ്പ് അവൾ കാണിക്കുമെന്ന് വൈജ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തൻ്റെ മുഖത്തു പോലും നോക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. വൈജയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ബബിത പതിവിലും നേരത്തെ എഴുന്നേറ്റ് വന്നു. കിച്ചണിലേക്ക് കയറി വേലക്കാരിയിൽ നിന്നും ആ ചായ വാങ്ങിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ റൂമിലെത്തിയ ബബിത നോക്കുമ്പോൾ മുത്തശ്ശിയെ കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് മുത്തശ്ശി വാഷ്റൂമിലായിരുന്നു. മുത്തശ്ശിക്കുള്ള കോഫിയുമായി അവൾ അവിടെ തന്നെ നിന്നു. തൻ്റെ റൂമിലേക്ക് പതിയെ കയറി വന്ന മുത്തശ്ശി കണ്ടത് തനിക്കുള്ള ബെഡ് കോഫിയുമായി നിൽക്കുന്ന ബബിതയെയായിരുന്നു. മുത്തശ്ശി എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മുത്തശ്ശി ഒരു നിമിഷം തൻ്റെ കണ്ണുകൾ അടച്ച് തുറന്ന് ഒന്നുകൂടി നോക്കി. അതെ, ഇത് ബബിത തന്നെയാണല്ലോ. ഇവൾക്കിത് എന്തു പറ്റി എന്ന് മുത്തശ്ശിയോട് തന്നെ ചോദിച്ചുപോയി. ബബിതേ എന്ന് മുത്തശ്ശി വിളിച്ചു. ബബിത തിരിഞ്ഞു നോക്കി. മുത്തശ്ശി, ഞാൻ മുത്തശ്ശിക്കുള്ള കോഫിയുമായി വന്നതാ. അപ്പോൾ മുത്തശ്ശിയെ കണ്ടില്ല. നേരിട്ട് കൈയോടെ തന്നെ തരാമെന്ന് വിചാരിച്ചു നിന്നു. ഇതെന്തു പറ്റി? എനിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാമോ? എന്തേ മുത്തശ്ശി? ഞാൻ കൊണ്ടുപോകണോ മുത്തശ്ശിയെ? മുത്തശ്ശിക്ക് അവിടെ വരെ ഒറ്റയ്ക്കൊക്കെ നടക്കാമോ? അതാടി ഞാൻ പറഞ്ഞത്. എനിക്ക് പുറത്തിറങ്ങിയിട്ടേ കാക്കകൾ വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് പോ മുത്തശ്ശി. മുത്തശ്ശി, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മുത്തശ്ശിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് എൻ്റെ പൊട്ടബുദ്ധിക്ക് വരെയൊന്ന് ചെയ്തു പോയതാ. സാരില്ലടി, നിനക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വല്ലാതെ ഭയന്നിരുന്നു നീ നിൻ്റെ അമ്മയുടെ പാതയിലൂടെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അല്ല മോളെ, നിങ്ങൾക്കൊക്കെ നല്ല മനസ്സ് വേറെയുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സ്, അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ മനസ്സ്. മുത്തശ്ശി, എനിക്കൊരു ചേച്ചിയും ഇല്ല. എനിക്കുള്ളത് ഒരു ചേട്ടനും ഒരനിയത്തിയുമാണ്. മുത്തശ്ശി അച്ഛൻ്റെ പോലെയാണ് ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ അവളെയും എന്നെയും കൂട്ടി മുത്തശ്ശി ഒരിക്കലും എന്നോട് പറയരുത്. മുത്തശ്ശി മെല്ലെ വന്ന് കട്ടിലിരുന്നു. അവൾ ആ കയ്യിലുണ്ടായിരുന്ന കോഫി മുത്തശ്ശിക്ക് നേരെ നീട്ടി. മുത്തശ്ശി അത് വാങ്ങിച്ച് മറു കൈകൊണ്ട് അവളെയും പിടിച്ച് മുത്തശ്ശിയുടെ അരികത്തായിട്ട് ഇരുത്തി. മുത്തശ്ശി അവളോടായി പറഞ്ഞു, മോളെ ബബിതേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കിപ്പോൾ ഉണ്ടായ ഈ മാറ്റം ഒരുപക്ഷെ നിൻ്റെ അമ്മയോട് തോന്നിയ വെറുപ്പോ ദേഷ്യമോ ഒക്കെ ആവാം. അത് പിന്നീട് അമ്മയോടുള്ള ദേഷ്യവും വെറുപ്പും മാറുന്നതിനോടൊപ്പം തന്നെ നിനക്കിപ്പോൾ വന്ന ഈ സ്വഭാവശുദ്ധിയിലും മാറ്റമൊന്നും വരുത്തരുത്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിൻ്റെ അമ്മയോട് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവേണ്ട വ്യക്തി നിൻ്റെ അച്ഛനാണ്. ആ അച്ഛൻ ഇപ്പോഴും നിൻ്റെ അമ്മയെ അയാളുടെ ഒപ്പം തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. നിൻ്റെ അമ്മയ്ക്കാണ് കഥകളൊന്നും അറിയാതെ ആട്ടമാടിയിരുന്നത്. ഇപ്പോൾ ഏകദേശം അവൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അവളും മെല്ലെ ഒതുങ്ങിക്കോളും. പക്ഷേ ബബിതേ, എല്ലാം കലങ്ങി തെളിയുമ്പോൾ നിങ്ങളിങ്ങനെയൊന്നും ആവരുത്. നീ മാത്രം എന്തിനാണ് അവളെ മനസ്സിലാക്കാതെ നിൽക്കുന്നത്? ഇവിടെ രോഹിത്തായാലും കൃഷ്ണമോളായാലും അവർക്കെല്ലാവർക്കും അലീന അവൾ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നീയും മനസ്സിലാക്കിയതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നിനക്ക് അവളെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്? നീ കണ്ടതല്ലേ ബബിതേ, നിൻ്റെ അച്ഛന് പോലും അവളെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായി. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നീ നിൻ്റെ അച്ഛനെ ഓർത്ത് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? നിൻ്റെ അമ്മ ഇത്ര വലിയ ദ്രോഹം ചെയ്തിട്ടും ആ മനുഷ്യൻ അതെല്ലാം പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ടും
അച്ഛന് വേണ്ടിയെങ്കിലും നിനക്കതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ബബിതേ? മുത്തശ്ശി, ഞാനിപ്പോൾ അച്ഛനെ മനസ്സിലാക്കിയാണ് പെരുമാറുന്നത്. അച്ഛന് ഇനി ഞാനായിട്ട് ഒരു ദ്രോഹവും ചെയ്യരുതെന്ന്. അതൊരിക്കലും ഇല്ല മുത്തശ്ശി. ഇനി അച്ഛൻ ഒരുപാട് സഹിച്ചു. ഞാനും രോഹിത്ത്, അമ്മ എല്ലാവരും അച്ഛനെ പറ്റിക്കുകയായിരുന്നില്ല ഇത്രയും കാലം. രോഹിത്ത് ഇപ്പോൾ അതെല്ലാം തിരുത്തി. അവൻ അവൻ്റേതായ രീതിയിൽ വളരെ നല്ല കുട്ടിയായി മാറിയിരിക്കുന്നു. എനിക്കും ആവണം മുത്തശ്ശി അവനെപ്പോലെയൊക്കെ തന്നെ. പക്ഷേ നിങ്ങളെല്ലാവരും അലീനയോട് പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ നോവിക്കരുത്. അമ്മയോട് പോലും എനിക്കിപ്പോൾ ആ വാക്ക് പോലും അവർക്ക് നേരെ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കാണാനോ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ അച്ഛനെയും ഞങ്ങൾ 3 മക്കളെയും അവർ ഒരുപോലെ പറ്റിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം? എന്നിട്ടും എന്തൊക്കെയായിരുന്നു? എനിക്ക് ഓർക്കാനേ വയ്യ മുത്തശ്ശി. ദൈവത്തെ ഓർത്ത് മുത്തശ്ശി ഇനിയും അവളുടെ പേര് പറഞ്ഞ് എൻ്റെ മനസ്സിനെ നോവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്നും എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം പുറത്ത് നിന്നുകൊണ്ട് കേട്ട ബാലചന്ദ്രൻ അകത്ത് മുത്തശ്ശിയുടെ അടുത്തേക്കായി വരുന്നുണ്ട്. മുത്തശ്ശിയോട് ബാലചന്ദ്രൻ പറയുകയാണ്, അമ്മേ വേണ്ട, നൊന്ത് കിടക്കുന്ന മനസ്സാണ്, അവിടെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കണ്ട. അവളിൽ ഇനി എപ്പോഴാണോ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ അതെല്ലാം സംഭവിച്ചോട്ടെ. നമ്മളായിട്ട് പറയും തോറും അവൾക്ക് വൈരാഗ്യമോ വിദ്വേഷമോ ഒക്കെ കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അതൊന്നും കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മിനിയൊന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും അങ്ങോട്ട് പോവുകയാണ്. മുത്തശ്ശിക്ക് ബാലചന്ദ്രൻ്റെ മുഖത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു, ബാലചന്ദ്രൻ ഇത്രയും ദിവസം കണ്ട ആളല്ല. വല്ലാത്ത സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. എന്തെന്നില്ലാത്തൊരു പ്രകാശം ആ മുഖത്ത് കാണാനുണ്ട്. തൻ്റെ മക്കളെല്ലാവരും തന്നെ മനസ്സിലാക്കുന്ന സന്തോഷത്തിലാണ്. ഈ സന്തോഷം വിളിച്ചറിയിക്കാനായി മനുവിനെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. മനുവിനെ വിളിക്കുമ്പോൾ തന്നെ മനു കോൾ എടുക്കുകയാണ്. അങ്കിളെ, എന്തായി കാര്യങ്ങളൊക്കെ? ഞാനൊന്ന് സമയം കിട്ടിയിട്ട് സമാധാനമായിട്ട് അങ്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താടാ, എന്ത് കാര്യങ്ങളാ? അല്ല അങ്കിളെ, അങ്കിളിൻ്റെ മോള് മറ്റൊരു മകളെ കാണാനായിട്ട് ഇന്നലെ യാത്ര പുറപ്പെട്ടിരുന്നല്ലോ. എൻ്റെ അടുത്ത് നിന്നായിരുന്നല്ലോ അവൾ അഡ്രസ്സെല്ലാം വാങ്ങിച്ച് പുറപ്പെട്ടത്. പോയ ആളുടെ കഥകളൊക്കെ എന്തായിന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ, അതെന്തു പറയാനാ, കുത്താൻ പോയിട്ട് ഏറ് കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. പക്ഷേ മനു, അവൾ ആ പോക്ക് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നുകയാണ്. അവളിൽ വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താ അങ്കിളെ, നല്ല മാറ്റം എന്നാണോ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? അതേടാ, അതെ. എന്താ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഇന്നലെ ഉണ്ടായേ? എടാ, ഇന്നലെ അവൾ അവിടെ ചെന്ന്, അവളുടെ സ്വഭാവം അറിയാലോ, വെട്ടൊന്ന് മുറി 2ആണ്. അവൾക്ക് മുൻപും പിൻപും ഒന്നും നോക്കുന്ന സ്വഭാവമില്ല. ഒക്കെ വെട്ടി തുറന്ന് അങ്ങോട്ട് പറയും. അതേപോലെ തന്നെ ആയിരുന്നു ഇന്നലെയും. അവിടെ ചെന്ന് ആ വീട്ടിൽ കയറി ചെന്ന് അവൾക്ക് വായ തോന്നിയതൊക്കെ അവൾ വിളിച്ച് പറഞ്ഞു. അലീനയെ പറയുന്നത് കേട്ട് നിന്ന സ്റ്റാൻലിക്ക് എന്തോ അതൊന്നും അത്ര ദഹിച്ചില്ല. സ്റ്റാൻലിയും അവളോട് തിരിച്ച് നല്ലതുപോലെ പറഞ്ഞു കൊടുത്തു എന്നാണ് അലീന പറഞ്ഞത്. അവിടെ ഉണ്ടായ കഥകളൊന്നും ഇതുവരെ ബബിത നമ്മളോടൊന്നും പറഞ്ഞില്ല. അലീന പറയുകയാണ് ഉണ്ടായത്. അലീനയ്ക്ക് അതിൽ വല്ലാത്ത വിഷമമുണ്ട്. ഓ, അവളുടെ വിഷമം പിന്നെ എന്തിനും ഏതിനും അവൾക്ക് വിഷമാണല്ലോ. അങ്കിൾ കാര്യം പറ. അല്ല, ഇത് സ്റ്റാൻലി അവൾക്കിട്ട് നല്ലത് കൊടുത്തു എന്ന് പറഞ്ഞ സന്തോഷത്തിലാണോ അങ്കിള്? അല്ലടാ മോനെ, അതൊന്നുമല്ല. അതേ, നമ്മുടെ ബബിതയുണ്ടല്ലോ, ഇന്നലെ അവിടെ നിന്ന് വന്നതിന് ശേഷം എല്ലാവരോടും പ്രത്യേകിച്ച് എന്നോട് വല്ലാത്തൊരു സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് പെരുമാറുന്നത്. എന്നോട് വന്നു എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇനി ഒരു തെറ്റും ചെയ്യില്ലെന്ന് പറഞ്ഞു. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞു. ആര്? ബബിതയോ? മനു വളരെ അതിശയത്തോടു കൂടി തന്നെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എടാ, അതന്നെയാണ് ഞാനീ പറയുന്നത്. എൻ്റെ അങ്കിളിന് ആളൊന്നും മാറിയിട്ടില്ലല്ലോ. മനു, വല്ലാണ്ട് നീ തമാശ പറയല്ലേ. നീ പറയുന്നത് കേൾക്ക്, സത്യമാണ് മനു. അലീനയെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അലീന അവളെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടല്ല. അവൾക്ക് സ്വയം എന്തൊക്കെയോ മാറ്റം സംഭവിച്ചതാണ്.
അങ്ങനെ മാറണമെന്ന് തന്നെയാണ് മനു ഞാനും ആഗ്രഹിച്ചത്. കാരണം ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ആ പറയുന്ന ആൾ പറയുന്നിടത്തോളം മാത്രമാണ്. അത് കഴിഞ്ഞാൽ പഴയ പോലെ വീണ്ടും ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്വയം മനസ്സിലാക്കി നീങ്ങുമ്പോൾ അതിനതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. കാരണം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളായിരിക്കും. അങ്കിൾ എന്തായാലും ഇപ്പോൾ ബബിതയെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ഇമോഷണലിലാണല്ലോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമല്ല മോനെ, പ്രശ്നങ്ങൾ ഒതുങ്ങി തീർക്കുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കിപ്പോൾ അവളെക്കുറിച്ച് ഓർത്ത് മനസ്സമാധാനമാണ് തോന്നുന്നത്. പിന്നെ അവൾ ഇന്നലെ വല്ലാതെ വിഷമത്തിലായിരുന്നടാ. ഇപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബബിത തീരെ വൈജയോട് സംസാരിക്കുന്നു പോലുമില്ല. വൈജയെ അവൾക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. അവൾ ഒരിക്കലും അമ്മയായിട്ട് ഇനി കാണില്ലെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഇപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയ കാര്യം. ഓ, അതിനങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ അവളെല്ലാം അറിഞ്ഞത് കൊണ്ടുള്ളൊരു സങ്കടമോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചാൽ മതി. അതൊക്കെ മാറിക്കോളൂ അങ്കിളെ. ഇപ്പം കൃഷ്ണമോള് ഇതൊക്കെ എന്നറിഞ്ഞതാ? അവൾ ഇത് വല്ലതും ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? അവൾക്ക് ഇത് വല്ലതും അറിഞ്ഞതായിട്ട് പോലും അവൾ ആരും അറിയിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി അങ്കിളെ. അതൊക്കെ അത്രയേ ഉള്ളൂ. അതിപ്പോൾ ബബിതയും മാറിക്കോളും. മാറുമായിരിക്കും. അതുമാത്രമല്ല കേട്ടോ, അലീനയോടും വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. വലിഞ്ഞു കയറി വന്നവളെന്നോ എന്നിൽ ഒരുപാട് അധികാരം എടുക്കണമെന്നോ അവൾക്ക് അലീനയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവൾ വൈജയെപ്പോലെ തന്നെ അലീനയെ തള്ളിക്കളഞ്ഞിട്ടിരിക്കുകയാണ്. അവരമ്മയും മകളുമാണെങ്കിൽ തിരിച്ചു കിട്ടിയ മകളെയും കൊണ്ട് അമ്മ പോയിക്കോട്ടെ, അച്ഛൻ വേണമെങ്കിൽ അമ്മനെ ഉപേക്ഷിച്ചോ, അച്ഛൻ എന്തിനാണ് ഇതൊക്കെ സഹിച്ച് പിടിച്ച് ജീവിക്കുന്നതെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അവൾ അങ്ങനെയൊക്കെ ചോദിച്ചോ? എടാ, അതല്ലേ ഞാൻ ഈ പറയുന്നത്. അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന്. എന്തായാലും കുഴപ്പമില്ല അങ്കിളെ. ഞാനെന്തായാലും ഒഴിവ് കിട്ടുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് കോള് കട്ട് ചെയ്യാണ് കേട്ടോ, കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ്റെ റൂമിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ബാലചന്ദ്രൻ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ ചെന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് വൈജയാണ്. വൈജ ബാലചന്ദ്രനോട് അനുവാദം ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കടക്കുകയാണ്. ബാലചന്ദ്രൻ കയറിക്കൊള്ളാൻ പറയുകയും ചെയ്തു. വൈജ ബാലചന്ദ്രനോട് പറയുകയാണ്, എനിക്കിപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും അങ്ങനെ ഒരു പ്രതീക്ഷയിലും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ടി കൂട്ടുനിന്നിരുന്ന ബബിത പോലും ഇപ്പോൾ എന്നെ വെറുത്തിരിക്കുകയാണ്. എനിക്കറിയാം അതിനെല്ലാം കാരണക്കാരി ഞാൻ തന്നെയാണെന്ന്. പക്ഷേ നിങ്ങൾ ഒന്ന് അവളോട് പറയണം, എന്നെ ഒരു ശത്രുവായി കാണരുതെന്ന്. എൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ നിങ്ങളുടെ മക്കളെയും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്തായാലും വൈജേ, ഞാനൊരു കാര്യം നിന്നോട് ഇപ്പോൾ തന്നെ തുറന്ന് പറയാം. ഇതിന് നീ നല്ലവളായിരുന്നുവെന്ന് പറഞ്ഞ് നിൻ്റെ മക്കളുടെ മുമ്പിൽ നിന്നെ വലിയ ആളാക്കി മാറ്റാനൊന്നും ഞാൻ നിൽക്കില്ല. അതുപോലെ തന്നെ അവരിപ്പോൾ നിന്നെ വെറുക്കുന്നതിൻ്റെ ഇരട്ടി നിന്നെ അവർ വെറുക്കാൻ വേണ്ടിയും ഞാനൊന്നും ചെയ്യില്ല. കാരണം എൻ്റെ മക്കളുടെ ഭാവിയാണ് എനിക്ക് ഏറ്റവും വലുത്. അവരുടെ അമ്മയെ വെറുക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാനായിട്ട് അതിന് ഒരു വഴി ഒരുക്കി വെച്ചിട്ടുമില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഒരുപാട് കാലം മുമ്പേ ഞാൻ അറിഞ്ഞ കഥകളാണിതെല്ലാം. അതെൻ്റെ മക്കളെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നീയും എൻ്റെ മക്കളും തമ്മിൽ അകലാൻ വേണ്ടിയിട്ടോ ഞാൻ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചതുമല്ല ഇതൊന്നും. അവരായിട്ട് കാലം തെളിയിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അവരായിട്ട് അറിഞ്ഞെടുത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കാലത്ത് നിന്നിലൊരു സത്യമുണ്ടായിരുന്നുവെന്ന് അവർക്ക് സ്വയം തോന്നുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ നിന്നെ അവരെ മുമ്പിൽ അത്ര വെള്ളപൂശി കാണിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറൊന്നുകൊണ്ടല്ല വൈജയ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാകുമ്പോൾ
അതിനെ മറച്ചു പിടിച്ച് മറ്റുള്ളവർ മാത്രമാണ് തെറ്റുകാരെന്ന് കാണിച്ച് ജീവിച്ചു പോന്നതല്ലേ നീ ഇത്രയും കാലം. ഇനി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കട്ടെ. അപ്പോൾ കാലം തെളിയിച്ചോളും നിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നുവെന്ന്. അന്ന് നിന്നിൽ നിന്നും അടർന്നു പോയ നിൻ്റെ ഈ മക്കളൊക്കെ നിന്നിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യും. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. താഴെ ചെന്ന് നിന്ന് ബബിതയോടും കൃഷ്ണമോളെയും വിളിച്ചിട്ട് അച്ഛൻ ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇറങ്ങി പോകുന്നുണ്ട്. തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയുള്ള ആ പോക്ക് കണ്ടപ്പോൾ തന്നെ വൈജയ്ക്ക് ഉറപ്പായിരുന്നു ബാലചന്ദ്രൻ ഒരുപാട് തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നുവെന്ന്. അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരുപാട് കാലം താൻ ഇനിയും മുന്നോട്ട് പോകണമെന്നും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് അലീനയെ. ചേച്ചി, ചേച്ചിയുടെ അച്ഛൻ്റെ വീട്ടിൽ ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? എടി, നീയും കൂടി എന്നെ തലയ്ക്ക് ഭ്രാന്താക്കല്ലേട്ടാ. ഇതിപ്പോൾ അച്ഛൻ്റെ വീടാണോ? എനിക്കറിയില്ല ഇതാരെ വീടാണെന്നൊന്നും. എന്നോട് എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നു, അത്രയേ ഉള്ളൂ. എനിക്കല്ലാതെ ഇവരാരെയും വേണ്ട എൻ്റെ മോളെ. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ചേച്ചി, ഞാൻ അങ്ങനെ വെച്ചൊന്നും ചോദിച്ചതല്ല. എന്താ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് വല്ലാത്തൊരു ചൂടിൽ? അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടിയോട് അലീന തുറന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി എല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ചേച്ചി, ഒരു കാര്യത്തിൽ ചേച്ചിക്ക് സമാധാനിക്കാമല്ലോ. ഇപ്പോൾ എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഇനി ഇപ്പോൾ ചേച്ചിക്ക് എല്ലാം കലങ്ങി ഒന്ന് തെളിഞ്ഞാൽ മാത്രം മതിയല്ലോ. എല്ലാം അറിയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുകയെന്ന് ഇത്രയും നാളുണ്ടായ ആ ഒരു ടെൻഷൻ എന്തായാലും മാറിക്കിട്ടിയില്ലേ? എൻ്റെ പൊന്ന് ചേച്ചി, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും, അങ്ങനെ മനസ്സിലാക്ക് മോളെ. എനിക്കിപ്പോൾ എല്ലാവരും അറിഞ്ഞതിലുള്ള സന്തോഷമൊന്നുമല്ല. ഇപ്പോൾ അമ്മയെ വെറുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ എല്ലാവർക്കും. ആരും അമ്മയോടൊന്ന് സംസാരിക്കുന്നു പോലുമില്ല. എൻ്റെ പൊന്ന് ചേച്ചി, ആ സ്ത്രീയോട് ആരാണ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്തൊരു സ്ത്രീയാണ് അവർ. ചേച്ചി എന്താ ഇങ്ങനെ? ICUയിൽ കിടന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയോ? രേവതിക്കുട്ടി കളിയാക്കിക്കൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്. എടി, അങ്ങനെയല്ലല്ലോ, എൻ്റെ കാര്യം വിട്ടേക്ക്. പക്ഷേ ഇത്രയും നാളും അമ്മയ്ക്ക് എല്ലാത്തിനും കൂട്ടു നിന്നിരുന്നതും അമ്മയ്ക്കൊരു സപ്പോർട്ടായിട്ട് നിന്നതും എല്ലാം ബബിതയാണ്. ആ ബബിത പോലും ഇപ്പം അമ്മയെ വെറുക്കുന്ന അവസ്ഥയാണ് അവിടെ. അമ്മയ്ക്ക് എങ്ങനെയാണ് മോളെ ആ വീട്ടിൽ നിന്ന് പോരാൻ തോന്നുക? എല്ലാവരും ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ കാണുമ്പോൾ. അങ്ങനെ പറ. ഇപ്പോഴല്ലേ ട്രാക്കൊന്ന് ക്ലിയർ ആയത്. ആദ്യം ആ ബബിതയും ആ വൈജന്തിമാലയും തമ്മിലൊന്ന് തെറ്റണം. അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ മാത്രമേ രണ്ടും അങ്ങോട്ട് നന്നാവുള്ളൂ. രേവതിക്കുട്ടി, നീ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എന്തിനാണോടി കോളേജിലൊക്കെ പോയി പഠിക്കുന്നത്? അതെ, ഞാൻ കോളേജിലൊന്നും പോയല്ലേ ഇത് പഠിക്കുന്നത്. ചേച്ചിയെപ്പോലെ വല്ലാണ്ട് അങ്ങോട്ട് ആയാലേ ശരിയാവില്ല. കുറച്ച് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ ചേച്ചി, അമ്മ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്നത് ഒരു മോള്. ഇതേപോലെ തന്നെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂട്ടു നിൽക്കുന്നത് ഒരമ്മ. ഇതൊക്കെ എവിടെയാണ് എൻ്റെ ചേച്ചി നടക്കുന്നത്? രേവതിക്കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അലീന ഒന്ന് മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊന്ന് മനസ്സിലാക്ക്. പഴയതിനേക്കാളും നല്ല രീതിയിൽ ചേച്ചിയുടെ കുടുംബം ചേച്ചിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പിന്നെ നമ്മുടെ ബ്രിജിതാമമ്മിയോടും കൂടി ഒന്ന് പറ, എൻ്റെ വീട് പഴയതിനേക്കാളും, അങ്ങനെ പറയണേ, പഴയതിനേക്കാളും സ്വർഗമാക്കി എനിക്ക് തരണേന്ന്. ബ്രിജിതാമമ്മി നേരിട്ട് കർത്താവിനോടങ്ങ് പറഞ്ഞോളുന്നേ. ഓ ആയിക്കോട്ടെ മാഡം. എന്താ മാഡത്തിൻ്റെ വിശേഷമൊക്കെ? കോളേജിലൊക്കെ പോകുന്നില്ലേ? ഉഷാറായിട്ടൊക്കെ പഠിക്കുന്നില്ലേ? ഓ, ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, കോളേജിലൊക്കെ പോകുന്നുണ്ട്. അതെ എടി, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ രോഹിത്തില്ലേ, രോഹിത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നേ. അപ്പോൾ എന്നോട് നിൻ്റെ നമ്പർ ഒന്ന് ചോദിച്ചായിരുന്നു. അന്ന് ഒരിക്കൽ നിന്നെ കണ്ടപ്പോൾ അവൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചായിരുന്നല്ലോ.
ഇപ്പോൾ അവൻ ഒരുപാട് മാറിയടി. അവന് വല്ലാത്തൊരു സഹതാപമാണ് ഇപ്പോൾ എല്ലാവരോടും. അപ്പം നിന്നെ ഇട്ടൊന്ന് സംസാരിക്കണം, നിന്നോടൊരു സോറിയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവന് നമ്പർ കൊടുക്കുന്നതിൽ? എനിക്കെന്ത് കുഴപ്പം അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ രോഹിത്ത്, രേവതിക്കുട്ടി വേണ്ട, അവനെക്കുറിച്ച് എല്ലാം നിനക്കറിയാവുന്നതാണ്. പിന്നെയും അതാണ് എൻ്റെ പ്രശ്നം, എല്ലാം എനിക്കറിയാലോ, അത് കാരണം ഒരു പേടി. രേവതി, ഇല്ല ചേച്ചി, സോറി. ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ വെക്കുകയാണേ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ ചേച്ചിയോട് സംസാരിക്കണമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്നൊന്ന് വിളിച്ചതാണ്. ഓക്കെ. രേവതിക്കുട്ടിയും ഇത് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് ബബിതയുടെ ഫോണിലേക്ക് അമലിൻ്റെ കോള് വരുന്നുണ്ട്. ബബിത 1-2 വട്ടം കട്ട് ചെയ്ത് വിടുകയാണ്. അവൻ്റെ കോള് വന്നപ്പോൾ തന്നെ ബബിതയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. കാരണം താനൊരു കാര്യം പറഞ്ഞ് അവനെ സമീപിച്ചപ്പോൾ അവനിൽ നിന്നുണ്ടായ പ്രതികരണവും അവൻ്റെ തനി സ്വഭാവവും അവൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾ കോള് കട്ട് ചെയ്യുകയാണെന്നും അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജിൽ ഇങ്ങനെയായിരുന്നു: ബബിതേ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയാനാണ്. നീ ഇപ്പോൾ ഈ കോൾ എടുത്തില്ല എങ്കിൽ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനകം നിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കാണുമ്പോൾ ബബിത പെട്ടെന്ന് തന്നെ കോൾ എടുക്കുകയാണ്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ തന്നെ അവൻ അവളോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഓ, അപ്പോൾ നിനക്കറിയാം കോൾ എടുക്കാൻ. എൻ്റെ കോളേ നിന്നെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് എനിക്കധികം സമയമൊന്നും വേണ്ടെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? അമലേ, ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. എന്തിനാണ് അമലേ എന്നെ വെറുതെ ശല്യം ചെയ്യുന്നത്? ഞാൻ നിന്നോട് ഒരു ദ്രോഹവും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിനക്ക് സഹായം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നീ ചോദിക്കുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പോക്കറ്റ് മണിയായിട്ട് എത്രയോ എമൗണ്ട് തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കുന്നില്ല. എത്രയോ തവണ നിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നിൽ നിന്ന് ഗോൾഡ് മേടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് വേണ്ട, നീ എടുത്തോ. പക്ഷെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണം. എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നൊരു മകളായിട്ട് നീ എന്നെ വെറുതെ വിടണമല്ലേ? അയ്യോ, അതിനാര് പറഞ്ഞു ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചാണെന്ന്? അതെ, എൻ്റെ കയ്യിൽ ഈ ഗോൾഡും ക്യാഷും മാത്രമല്ലല്ലോ ഉള്ളത്. നിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നീ മറന്നുപോയോ? അതൊന്നും നിനക്ക് വേണ്ടേ? ഇതെല്ലാം കേൾക്കുന്ന ബബിത ഒരു നിമിഷം ഷോക്കാവാണ്. കാരണം അപ്പോൾ മാത്രമാണ് അവൾക്ക് അതെല്ലാം ഓർമ്മ വരുന്നത്. തൻ്റെ ജീവിതം താൻ ആഗ്രഹിച്ച പോലെ തനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ബബിത ഒരു നിമിഷം ചിന്തിച്ചു പോവാണ്. ബബിത അമലിനോട് പറയുന്നുണ്ട്: അമലെ, ചതിക്കരുത്. എൻ്റെ ജീവിതം വെച്ച് നീ കളിക്കരുത്. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എനിക്ക് തിരിച്ചു തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നീ അത് നശിപ്പിച്ച് കളയണം. നിൻ്റെ ഫോണിൽ ഇനി സേവ് ചെയ്ത് വെക്കുക പോലും ചെയ്യരുത്. ഇല്ല, നശിപ്പിച്ച് കളഞ്ഞേക്കാം. നിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കാം. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം നീ എനിക്ക് നടത്തി തരണം. അമൽ തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ്റെ ആ വാക്കുകൾ കേട്ട് തരിച്ചു നിൽക്കുകയാണ് ബബിത. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോയുമായി ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശുഭരാത്രി.